الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രത്തിലെ വളരെ മനോഹരമായ ഒരധ്യായമാണ് മൈസൂൻ ബിൻതു ബഹ്ദൽ അൽ കൽബിയ എന്ന് പറയുന്ന മഹദിയുടെ ചരിത്രം. മൈസൂൻ ബിൻതു ബഹ്ദൽ അവര് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവര് ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് ജീവിച്ച ഒരു സാധാരണ സ്ത്രീയാണ്. അവരെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു അവരെ വിവാഹം കഴിച്ചതിന് ശേഷം അവരുടെ ഗ്രാമത്തിൽ നിന്ന് അവരെ സിറിയയിലുള്ള തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ ജീവിച്ചത് ഞാൻ പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. പട്ടണത്തിന്റെ യാതൊരു സൗകര്യങ്ങളും അവരനുഭവിച്ചിട്ടില്ല. സാധാരണ ഒരു ഗ്രാമത്തിലാണ് അവർ വളർന്നത്, ജീവിച്ചതൊക്കെ. അവിടെ നിന്നാണ് അവർ കൊട്ടാരത്തിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി ജീവിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. ചരിത്രത്തിലെ പ്രസിദ്ധനായ യസീദ് എന്ന മകൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകുന്നത് മഹദിയായ മൈസൂൻ ബിൻതു ബഹ്ദലിലാണ്. അവർ കൽബിയ ഗോത്രക്കാരിയാണ്. അവർ ഈ കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരുന്നു ഈ കൊട്ടാരത്തിലുള്ള അല്ലെങ്കിൽ ഈ പട്ടണത്തിലുള്ള ഈ നഗരത്തിലുള്ള ജീവിതം.
അവരിഷ്ടപ്പെട്ടിരുന്നത് ആ ഗ്രാമത്തിലെ ജീവിതമാണ്. വളരെ ദാരിദ്ര്യത്തിൽ പ്രയാസത്തിൽ ജീവിച്ച ആ ജീവിതമായിരുന്നു അവരേറെ ഇഷ്ടപ്പെട്ടത്. ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും അവരിഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവര് നിരന്തരം ആ പ്രയാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ചൊല്ലിയ കവിതകളൊക്കെ ചരിത്രത്തിലേറെ വായിക്കാൻ സാധിക്കും. ഒരു തവണ അവർ പറയുന്നുണ്ട്, കാറ്റടിക്കുന്ന ലളിതമായ ഒരു താഴ്വരയാണ് ഉയർന്ന കൊട്ടാരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് അവർ പറയുന്നുണ്ട്. അഥവാ എന്റെ ഗ്രാമമാണ് ഈ പട്ടണത്തെക്കാൾ, ഈ നഗരത്തെക്കാൾ എനിക്കിഷ്ടം. അതേപോലെ തന്നെ മനസ്സിന് ഇണങ്ങിയ, മനസ്സിന് സന്തോഷത്തോടെ തണുപ്പ് വരുമ്പോൾ ധരിക്കുന്ന ഒരു കമ്പിളി വസ്ത്രമാണ്, പരുത്ത കട്ടിയുള്ള കമ്പിളി വസ്ത്രമാണ്, അതിൽ പുതപ്പാണ് ഈ കൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളുമുള്ള സൗകര്യങ്ങളുമുള്ള ലോലതയുള്ള പുതപ്പിനേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് അവർ പറയുന്നുണ്ട്. അവരെപ്പോഴും അവരുടെ ജീവിതത്തെ ആ ഗ്രാമവുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അവരുടെ ആഗ്രഹം ആ ഗ്രാമത്തിൽ ജീവിക്കാനാണ്. ഈ കൊട്ടാര ജീവിതമല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, ആ ഗ്രമത്തിലെ ജീവിതമാണ് എന്നവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ഇത് മനസ്സിലാക്കി. അവരുടെ താല്പര്യമനുസരിച്ച്, അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നതിന്, ഈ പട്ടണത്തിൽ താമസിക്കുന്നതിന് താല്പര്യമില്ലാത്തവളാണ്, അതവർ ഇഷ്ടപ്പെടുന്നില്ല എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു അവരെ അവരുടെ ഗ്രാമത്തിലേക്ക് മടക്കി അയക്കുന്നുണ്ട്. വിവാഹം മോചനം നടത്തി ഗ്രാമത്തിലേക്ക് മടക്കി അയക്കുന്നത് വളരെ വിശാലമായ ചരിത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അവരെ വിവാഹ മോചനം നടത്തുവാനുള്ള കാരണം, ഒന്ന് അവർക്ക് ഈ പട്ടണത്തോടുള്ള വെറുപ്പും അതേപോലെ തന്നെ ഗ്രാമത്തിൽ താമസിക്കാനുള്ള ഇഷ്ടവുമാണ്. അതിനെ താരതമ്യപ്പെടുത്തി അവർ ചൊല്ലിയ കവിതകളിൽ ചില വരികൾ മുആവിയ റളിയല്ലാഹു അൻഹു ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകം, ആ വാചകം പറയാനാണ് ഞാൻ ഈ ചരിത്രത്തെ ഇന്നത്തെ ഖുത്ബയിൽ ആമുഖമായി പറഞ്ഞത്. ഏതൊരു മനുഷ്യനും, ഏതൊരാൾക്കും തന്റെ നാടിനോട്, തന്റെ ഗ്രാമത്തോട് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ടാകും, അവിടെ താമസിക്കാൻ താല്പര്യമുണ്ടാകും. ആ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ടുകൂടെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായത്. ഇത് മനുഷ്യ സഹജമാണ് എന്നാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം രാജ്യത്തോട്, സ്വന്തം നാടിനോട് ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് ഉറപ്പായും ഉണ്ടാകുന്ന കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ചരിത്രത്തെ മുന്നിൽ വെച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസമാണ് നമ്മൾ. ഒരു പുതിയ സ്വാതന്ത്ര്യ ദിന പിറവി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പോകുന്ന ആഗസ്റ്റ് 15 നമ്മൾ പ്രവേശിക്കുന്നതിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ. വിശ്വാസികളായ ആളുകൾ ഇത്തരം സന്ദർഭത്തിൽ സ്വാഭാവികമായും ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കടമ എന്താണ്? ഈ രാജ്യത്തോട് നമുക്കുള്ള കടമ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിരാശരായി ഈ നാടിനെ വെറുക്കാനും ഈ നാടിന്റെ ഈ അവസ്ഥകളിൽ നിന്ന് ഓടി ഒളിക്കാനുമാണോ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് ആമുഖമായി തന്നെ പറയുന്നത്, മനുഷ്യ സഹജമാണ് സ്വന്തം നാടിനോടുള്ള സ്നേഹം, സ്വന്തം നാടിനോടുള്ള ഇഷ്ടം മനുഷ്യ സഹജമാണ്. അത് നമുക്കുണ്ടാവണം. അതുള്ള ആളുകളാണ് മനുഷ്യന്മാര് എന്നാണ് പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, വലൗ അന്ന കതബന അലൈഹിം അൻ യഖ്തുലു അൻഫുസകും അവ യഖ്റുജു മിൻ ദിയാരികും മാ ഫഅലുഹു ഇല്ലാ ഖലീലുൻ മിൻഹും. മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തിയ ആയത്താണ്. പക്ഷെ ഈ ആയത്തിലെ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്കൊരു കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം പേരൊഴികെ അത് ചെയ്യുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ബന്ധപ്പെട്ട ഒരു ആയത്താണ്. പക്ഷെ ഈ ആയത്തിലെ പ്രയോഗം എന്താ? ഒരു മനുഷ്യനോട് അവന്റെ നാട് വിട്ടിറങ്ങാൻ, അവന്റെ വീട് വിട്ടിറങ്ങാൻ അവനോട് പറഞ്ഞാൽ അതവന് പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താ? അവന്റെ വീടിനോട്, അവൻ താമസിക്കുന്ന ഇടത്തോട് അവൻ ഇഷ്ടമുണ്ട് എന്നാണ്. അത് മനുഷ്യ സഹജമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഭരണം മാറിയ സന്ദർഭത്തിലൊക്കെ ഒരു വലിയ സമരത്തെ കുറിച്ച് വായിച്ചവരാണ് നമ്മൾ. അതെന്തിനായിരുന്നു? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല, ഞങ്ങൾ എവിടെ പോകാനാണ്? ഇത് ഞങ്ങളുടെ ഇടമാണ്, ഞങ്ങളുടെ വീടാണ്. സ്വന്തം നാടിനോട്, വീടിനോട്, പ്രദേശത്തോടൊക്കെ മനുഷ്യന് ഇഷ്ടമുണ്ടാകും. ഇപ്പൊ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രളയം മൂലം വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങളിൽ അകപ്പെട്ടുപോയ മനുഷ്യന്മാർ അവരവരുടെ നാടുകളിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ
അവർ വല്ലാതെ വേദനിക്കുന്ന, അവർ വല്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അതെന്താണ്? അതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ നാടിനോടും പിന്നെ അവന്റെ വീടിനോടുമൊക്കെ താല്പര്യമുണ്ട് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങൾ ചിലരിൽ ഊട്ടപ്പെട്ടതാണ്. അത് ചില ആളുകളിൽ അത് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. എന്നിട്ട് അവർ ഒന്നാമതായി എണ്ണി പറയുന്നത് മിനൽ ഹയവാനിൽ ഇതിൽ, ഒട്ടകത്തെയാണ് ഒന്നാമതായി കൊണ്ട് ഉദാഹരണമായി പറയുന്നത്. ഒട്ടകം എപ്പോഴും തന്റെ നാട്ടിലേക്ക് ഇഷ്ടവും അനുകമ്പയും ഉള്ളവനായിരിക്കുന്നതാണ്. ഒട്ടകത്തിനൊരു കൂടുണ്ടാകും, ഒട്ടകത്തിന് ഇടമുണ്ടാകും. ആ ഇടത്തിലേക്ക് എത്തിച്ചേരാൻ ഒട്ടകം എപ്പോഴും താല്പര്യം കാണിക്കുമെന്നാണ്. അത് ഒട്ടകത്തിന്റെ ജീവിതത്തിൽ ഊട്ടപ്പെട്ടതാണ് എന്നാണ്. രണ്ടാമതായി അവർ പറയുന്നത് പക്ഷിയെ കുറിച്ചാണ്, പക്ഷിയെ കുറിച്ചാണ്. പക്ഷി തന്റെ കൂട്ടിലേക്ക് ഇഷ്ടമുള്ള ജീവിയാണ്. കൂടിരിക്കുന്നത് പിന്നെ ഒരുപാട് ദൂരെയുള്ള നാട്ടിലാണെങ്കിലും ശരി, ആ കൂട്ടിലേക്ക് എത്താൻ പക്ഷി താല്പര്യം കാണിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ തന്റെ നാടിനോട് സ്നേഹമുള്ളവനായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു മനുഷ്യൻ അവന്റെ നാടിനോട് സ്നേഹമുള്ളവനായിരിക്കും. അവന് മറ്റു നാട്ടിലാണ് ഹൈറെങ്കിലും, അവന് നഫ്അത്തുകൾ, ഉപകാരം മറ്റൊരു നാട്ടിൽ നിന്നാണ് ലഭിക്കുന്നത് എങ്കിലും അവനവന്റെ നാടിനോട് സ്നേഹമുള്ളവനായിരിക്കും. ഇത് മനുഷ്യരിൽ അല്ലെങ്കിൽ ചില ജീവികളിൽ ഊട്ടപ്പെട്ട അവരുടെ മനുഷ്യ സഹജമായ കാര്യമാണ് എന്നാണ് മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ നാടിനെ സ്നേഹിക്കണം. അതിങ്ങനെ പ്രസംഗിച്ച് അല്ലെങ്കിൽ എഴുതി ലേഖനം വായിച്ച് പഠിക്കേണ്ട ഒരു കാര്യം, മനുഷ്യ സഹജമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരമാണ് സ്വന്തം നാടിനെ സ്നേഹിക്കുക എന്നുള്ളത്. അതിന് ചില ദുർബലമായ ഹദീത്തുകളൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സ്വന്തം നാടിനെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ് എന്ന് ഹദീത്തിലുണ്ട്. നാളെ ഒരു പക്ഷേ കുറെ പോസ്റ്ററുകൾ, അങ്ങനെ ഹദീതൊന്നുമില്ല. അങ്ങനെ ഹദീത്ത് നമുക്ക് വായിക്കാം, സ്വഹീഹായ ഹദീതൊന്നും വായിക്കാൻ പറ്റൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വന്തം നാടിനെ സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച് പ്രവാചകൻ ഭയത്തോടുകൂടെ പേടിയോടുകൂടെ വീട്ടിലേക്ക് വരുന്ന രംഗുണ്ട്. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. നമുക്ക് ആ ചരിത്രം അറിയാം. ഖദീജ ഉമ്മ പുതപ്പെട്ട് നബിയെ മൂടി, നബിയെ സമാധാനിപ്പിച്ചു. നബിയുടെ ആ ബേജാറും ടെൻഷനും ഒക്കെ മാറിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ വറഖയുടെ സമീപത്തേക്ക് പോകുന്നുണ്ട്. വറഖത്ത് ബിൻ നൗഫലിന്റെ സമീപത്തേക്ക് പോകുന്നുണ്ട്. വറഖ എന്ന് പറഞ്ഞാല് വേദപണ്ഡിതനാണ്, വലിയ വേദം പഠിച്ചയാളാണ്. അപ്പൊ വറഖത്ത് ബിൻ നൗഫലിന്റെ സമീപത്ത് ചെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇറാ ഗുഹയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അത് കേട്ട ഉടനെ വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദാ നാമൂസ്, നിന്റെ അടുക്കൽ വന്നത് നാമൂസാണ്, അഥവാ ജിബ്രീലാണ്. അല്ലദീ നസ്സലല്ലാഹു അലാ മൂസ, മൂസയുടെ അടുക്കലേക്ക് അല്ലാഹു നിയോഗിച്ച അതേ നാമൂസ്, അതേ ജിബ്രീലാണ് താങ്കൾ പറഞ്ഞത് പ്രകാരം താങ്കളുടെ സമീപത്തേക്ക് വന്നത്. എന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖ പറഞ്ഞു, നിന്റെ നാട്ടുകാരി നാട്ടിൽ നിന്ന് പുറത്താക്കും. മുഹമ്മദ് നബിയോട് പറഞ്ഞു, നീ ഈ നാമൂസ് പഠിപ്പിച്ച, ജിബ്രീൽ പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങളോട് നീ പറയാൻ തുടങ്ങിയാല് നിന്റെ നാട്ടിൽ നിന്ന് നിന്നെ അവര് പുറത്താക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അബ മുഖ്രിജിയഹു, എന്നെ എന്റെ നാട്ടിൽ നിന്ന് എന്റെ ആൾക്കാർ പുറത്താക്കിയേ. കാരണം നബി ആരാ? 40 വയസ്സ് വരെ അൽ അമീനാണ്, സത്യസന്ധനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നയാളാണ്, ആദരിക്കപ്പെട്ടയാളാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. 40 വയസ്സ് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾ എന്റെ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയേ. ഇതായിരുന്നു നബിയുടെ ചോദ്യം. എന്തിനാ ഈ ചോദ്യം? എന്താ നബിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകേണ്ടി വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാചകം കേട്ടപ്പോൾ ആലോചിച്ചു എന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? പ്രവാചകന് സ്വന്തം നാടിനോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂല് വറഖ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട സാഹചര്യം ഉണ്ടായി. ചരിത്രം നമുക്കറിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെയും മദീനയുടെയും ആ അതിർത്തിയിലെത്തിയപ്പോൾ, മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് നബി പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലാഹി വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹ്. മക്കയെ നോക്കി നബി പറയാ, അല്ലാഹുവാണ് സത്യം, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണാണ് നിന്റെ മണ്ണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, ഞാന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ്, ഇഷ്ടപ്പെട്ട നാടാണ് മക്ക എന്നുള്ളത്. ഈ നാട്ടുകാര്
എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകൂല. ഞാൻ പോകാൻ കാരണം എന്താ? എന്നെ അവർ പുറത്താക്കുകയാണ്. എനിക്ക് എന്റെ ദീനനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ മക്കയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോ മക്കയെ നോക്കി പറഞ്ഞ വാചകം. ഇതൊക്കെ പണ്ഡിതന്മാര് എന്തിനാ ഉദ്ധരിക്കണം എന്നറിയോ? ഒരു മനുഷ്യൻ താൻ താമസിക്കുന്ന നാടിനോട് സ്നേഹമുള്ളവനാകണം, ഇഷ്ടമുള്ളവനാകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വേറെ പല പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ഇസ്ലാമികമായ ഭരണകൂടം കെട്ടിപ്പടുത്തു. യുദ്ധങ്ങളുണ്ടായി, ചരിത്രം നമുക്കറിയാം. പിന്നെ നബി മദീനയെ ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിക്കുമ്പോഴും മക്കയോട് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പല ചരിത്രങ്ങളുമുണ്ട്. പ്രവാചകൻ തിരുമേനി മദീനയിൽ നിന്ന് പുറത്തു പോയാൽ, മദീന എന്ന് വേറെ എവിടേക്കിലേക്ക് പോയാൽ പ്രവാചകൻ വീണ്ടും മദീനയിലേക്ക് വരുന്ന രംഗമുണ്ട്. ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫറിൻ ഫനദറ ഇലാ ജുറാത്തിൽ മദീന. നബി മദീനയിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുമ്പോ മദീനയുടെ അടയാളങ്ങൾ, മദീനയുടെ ചുമരുകൾ കാണുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദഅന ഖതഹുന, നബി തന്റെ മൃഗത്തിന്റെ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് ഇരിക്കുമ്പോ ആ ചുമരുകൾ കണ്ടാൽ നബി എന്ത് ചെയ്യും? അതിന്റെ കയറ് ഒന്ന് മുറുക്കി പിടിച്ച് വേഗത കൂട്ടും. ഈ ചുമരുകൾ കണ്ടാൽ, മദീനയുടെ ചുമരുകൾ കണ്ടാൽ എന്തിനാ നബി ആ ഒട്ടകത്തെ, മൃഗത്തെ വേഗം ചലിപ്പിക്കും, മദീനയിലേക്ക് വേഗം എത്താൻ വേണ്ടി. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, وفي الحديث دلالة على فضل المدينة وعلى مشروعية حب الوطن. ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാ, ഒന്ന്, ഈ ഹദീസിന് മദീനക്കുള്ള മഹത്വമുണ്ട്. രണ്ടെന്താ? ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് താമസിക്കുന്ന നാടിനോട് സ്നേഹമുണ്ടാകണമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. മദീനയിൽ എത്തിയ ഉടനെ, സാധാരണ മദീനയിൽ പോയ ആളുകൾക്കറിയാം, മദീനയിൽ ചെന്നാൽ ഒരു പനി പിടികൂടും. ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു പനി വരും. മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പനി ഉണ്ടാകാറുണ്ട് സാധാരണ. ഉംറക്ക് പോയ ആളുകൾക്കറിയാം. ഇപ്പൊ ഞാൻ ഇന്നലെ ഉംറക്ക് പോയ ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ ജലദോഷവും പനിയുടെയും തുടക്കലും. മദീന എന്നാ വരുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്, അത് സാധാരണ ഉണ്ടാകാറുള്ള കാര്യം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ഇതേപോലെ പനി പിടി, പലർക്കും അബൂബക്കർ റളിയല്ലാഹു പല ആളുകൾക്ക് ഈ പനി പിടിക്കും. ചരിത്രത്തിൽ ഒരുപാടുണ്ട്, വളരെ വിശാലമായ ചരിത്രമാണ് അതൊക്കെ. ബിലാൽ റളിയല്ലാഹു അൻഹു പനി വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ആ പനി ശക്തമായ സമയത്ത് കവിത ചൊല്ലുന്നുണ്ട്. മക്കയെ കുറിച്ച് ആലോചിച്ച്, മക്കയിലെ മലകളെ കുറിച്ച് ആലോചിച്ച് വളരെ സുന്ദരമായ കവിതയിലൂടെ അദ്ദേഹം മക്കയെ വർണ്ണിക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മഹബത്ത്, ഒരു ഇഷ്ടമുണ്ടാകണം നമ്മുടെ നാടിനോട്, നമ്മുടെ പ്രദേശത്തോട് ഒരു സ്നേഹം ഉണ്ടാകണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഒരു എസ്സേ കേട്ടോ, ഒരു എസ്സേ വായിച്ചോ, ഒരു പ്രസംഗം കേട്ടോ പഠിക്കേണ്ട സാധനമല്ല. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ജനിച്ച നാടാണ്, നമ്മൾ വളരുന്ന നാടാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനത്തിന് ഒരു പക്ഷേ ലോകത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഒരു ഇടമാണ് നമ്മുടെ നാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രശ്നങ്ങളില്ല എന്നല്ല ഇതിനർത്ഥം. മുസ്ലിങ്ങൾ വേദനിക്കുന്നില്ല, മുസ്ലിങ്ങൾ എല്ലാ നിലക്കും സുരക്ഷിതരാണ് എന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷെ ഒരു ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഈ നാട്ടിലാണ് ഇസ്ലാമിക പ്രബോധനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. ഇസ്ലാമിക രാജ്യത്ത് പ്രബോധകനായി ജോലി ചെയ്ത ആളാണ് ഞാൻ. ഇസ്ലാമിക രാജ്യത്ത് ആ നാട്ടിൽ അവിടെയുള്ള ഗവൺമെന്റ്, അവിടുത്തെ മതകാര്യ വകുപ്പ് അവർ നിശ്ചയിച്ച പ്രബോധകനായിരുന്നു. അവര് സാലറി തന്ന് അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത്. ആ നാട്ടിൽ പ്രബോധനം ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ദാവത്ത് നടത്താൻ സ്വാതന്ത്ര്യം. അതിന്റെ അർത്ഥം ആ നാട് മോശമാണെന്നല്ല, മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ നാട്ടിൽ പ്രസംഗിക്കാണ്, നമ്മൾ ഈ തൊഴിയൂരങ്ങാടിയിൽ നമ്മൾ പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത്? ശ്രീരാമൻ ദൈവമല്ല, ശ്രീകൃഷ്ണൻ ദൈവമല്ല, യേശുക്രിസ്തു ദൈവമല്ല. നമ്മൾ പ്രസംഗിക്കാണ്, നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ട്. തെരുവുകളിൽ, അങ്ങാടികളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണം, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? യേശുക്രിസ്തുവിനെ എല്ലാം പടച്ചോനെ നിങ്ങൾ ആരാധിക്കണം, യേശുവിനെ പടച്ച, ശ്രീരാമനെ പടച്ച അള്ളാഹുവിനെയാണ് ആരാധിക്കണം നമ്മൾ പറയാണ്. നോക്കൂ, നിങ്ങളൊരു പ്രസംഗം നടക്കുമ്പോൾ അവിടെ ഒരു വണ്ടി പോലീസ് ഉണ്ടാവും, ചിലപ്പോൾ പ്രശ്നമുണ്ട്, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോലീസ് ഉണ്ടാകും. ആ പോലീസുകാരിൽ ആരൊക്കെ ഉണ്ടാകും? അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഉണ്ടാകും, അമുസ്ലിങ്ങളായ പോലീസുകാരുണ്ടാകും. അവരാരാധിക്കുന്ന ദൈവം, അവരുടെ ദൈവമായി അവർ വിചാരിക്കുന്ന ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ, യേശുക്രിസ്തുവിനെ ദൈവമല്ല എന്നൊരാൾ പ്രസംഗിക്കും, ഒരു മുസ്ലിം പ്രസംഗിക്കാണ്.
അപ്പൊ ആ മുസ്ലിം പ്രസംഗിക്കുന്ന ആളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാല് ആ ആക്രമിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുപോകും, അവരെ തടയും. ആര്? ഈ അമുസ്ലിമായ പോലീസുകാരൻ. അതാണ് ഈ രാജ്യം, അതാണ് ഈ രാജ്യത്തിന്റെ നിയമം. നമ്മുടെ മതം അത് വിശ്വസിക്കാനും അത് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഗൗരവമായി പരിശോധിക്കണം. നാട്ടിൽ ഫിത്തന ഉണ്ടാക്കിയാലേ സഹോദരങ്ങളെ, ഈ നാട്ടിൽ ആര് ഫിത്തന ഉണ്ടാക്കിയാൽ നാടിനെയാണ് ബാധിക്കുക. അത് ആരാകട്ടെ, ആര് ഫിത്തന ഉണ്ടാക്കിയാലും നാടിന്റെ സുരക്ഷിതത്തെയാണ് ബാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? ഒരു കപ്പലിനെ നബി ഉദാഹരിക്കുന്നുണ്ട്. കടലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ, 2 നിലയുള്ള കപ്പൽ. ആ കപ്പലിൽ അടിയിലെ നിലയിലും ആൾക്കാരുണ്ട്, മുകളിലെ നിലയിലും ആൾക്കാരുണ്ട്. ആ കപ്പലിലുള്ള കുടിവെള്ളം എവിടെയാണ്? അത് മുകളിലെ നിലയിലാണ്. അപ്പൊ അടിയിലെ നിലയിൽ ആൾക്കാർ എന്ത് ചെയ്യണം? അവർ വെള്ളം എടുക്കാൻ വേണ്ടി എപ്പോഴും മുകളിൽ പോകണം, 2ാമത്തെ നിലയിൽ പോകണം. അപ്പൊ അവരിങ്ങനെ പോയപ്പോ ആ കൂട്ടത്തിൽ ഒരാൾ വിചാരിക്കുകയാണ്, എന്തിനാ നമ്മൾ എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്? അവർക്ക് പ്രയാസമല്ല, ആ മുകളിലുള്ള ആളുകൾക്ക് പ്രയാസമല്ലേ? നമ്മൾ വെള്ളത്തിൽ കൂടെ ഓടുന്നത്, നമ്മളല്ലേ വെള്ളവുമായി ഏറ്റവും അടുത്ത ആൾക്കാർ. അങ്ങനെ ചിന്തിച്ച ഒരാൾ കപ്പലിന് ദ്വാരം ഉണ്ടാക്കാന്ന് വിചാരിക്കും. ഒരു കപ്പലിന് ദ്വാരം ഉണ്ടാക്കി അതിലൂടെ കടലിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിച്ചാൽ അത് കാണുമ്പോ തടഞ്ഞിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? അത് കാണുമ്പോൾ അയാളുടെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ കപ്പൽ നശിക്കും, ആ കപ്പലിന്റെ ആ സുഗമമായ യാത്ര മുടങ്ങും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നാട്ടിൽ ആര് ഫസാദ് ഉണ്ടാക്കിയാലും അതിന്റെ ദുരിതം നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അടിവരയിട്ട് പഠിക്കേണ്ട പാഠമാണ്, നമ്മുടെ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ, ഫസാദ് ഉണ്ടാക്കാൻ ഒരു നിലക്ക് തീയില്ല, നമുക്ക് അനുവാദമല്ല. അന്യായമായി ഒരു നിലക്ക് അനുവാദമല്ല. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, ഇവിടെ പ്രശ്നമല്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്ത് ശബ്ദമലിനീകരണം ഇപ്പൊ വലിയൊരു പ്രശ്നമാണ്. മൈക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ബാങ്ക് വിളിക്കാൻ പറ്റില്ല, ശബ്ദമലിനീകരണം ഉണ്ടാകും. അതേപോലെ ഇസ്ലാമിന് എതിരായ ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന നിയമങ്ങളെ എതിർക്കുന്ന നിയമങ്ങൾ വന്നാൽ നമുക്കതിനെതിരെ നിയമപരമായി പോരാടാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, അവകാശമുണ്ട്. അത് അവകാശങ്ങൾ നേടിയെടുത്ത ആൾക്കാരാണ് നമ്മൾ, അത് നേടിയെടുത്ത ആൾക്കാരാണ്. ശബ്ദമലിനീകരണത്തിന്റെ വിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ, നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെടുമ്പോൾ സുബൈക്ക് പള്ളിയിൽ പോകാൻ പാടില്ല. നാളെ നമ്മുടെ ഗവൺമെന്റ് പറയാം, നിങ്ങൾ ആരും സുബൈക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, അവരോട് പോയി പണിയൊക്കെ പറയാം. അവരോട് നമ്മൾ പരിഗണിക്കോ? ഇല്ലല്ലോ. കാരണം എന്താ? ഈ നാട് നൽകുന്ന സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ നമ്മൾ പള്ളിക്ക് വരുമ്പോൾ നമ്മളെ തടഞ്ഞാൽ, അവര് നമ്മളെ തടഞ്ഞാൽ നമ്മളതിൽ മരിച്ച നമ്മുടെ ഷഹീദാണ്. മനസ്സിലായി? എന്റെ അർത്ഥം എന്താ? ഇവിടെ നമുക്ക് നമ്മുടെ രാജ്യം നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തി മുസ്ലിമായി നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആരും ചെയ്യാൻ പാടില്ല, ഈ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിം ഫസാദ് ഉണ്ടാക്കേണ്ടതല്ല, പക്ഷെ നമ്മളെ മനസ്സിലുണ്ടാകണം, നമ്മുടെ നാടാണ്, ഈ നാട് സമാധാനത്തോടെ പോകണം. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തികളും ചെയ്യരുത് ഈ നാട്ടിൽ ഫസാദിന് കാരണമാകാൻ പാടില്ല, കുഴപ്പത്തിന് കാരണമാകാൻ പാടില്ല. ഈ നാട് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് പിന്നെ എന്താ പറയുക, ദഅവത്ത് നടത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ അറിയോ? ഇന്ന് നാടിനെ ഫസാദിലാക്കുന്ന ആൾക്കാരാരെ നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇല്ലേ? നമ്മുടെ നാടിനെ കുഴപ്പത്തിലാക്കുന്ന ആൾക്കാരാരാണെന്ന് ഞാൻ ഈ മിമ്പറിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വാചകങ്ങൾ പറയുമ്പോൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിലൊരു ചിത്രം അല്ലെങ്കിൽ പല ആളുകളുടെയും മുഖങ്ങൾ വരും. കാരണം എന്താ? അവര് ഫസാദിലാക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രാർത്ഥിക്കണം ശരിക്കും ഈ നാട് നന്മയിലാകാൻ, ഈ നാട് നിലനിൽക്കാൻ. എന്തിനാ? ഇവിടെ 600 കോടി അല്ലെങ്കിൽ 700 കോടി, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരുണ്ട്. അവര് എലികളെ ആരാധിക്കുന്നവർ, പശുവിനെ ആരാധിക്കുന്നവർ, അതേപോലെ തന്നെ ചിത്രങ്ങളെ പൂജിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഇവർക്കൊക്കെ ദീൻ എത്തിക്കണ്ടേ? ഇവർക്ക് ദീന് പറയണ്ടേ? ആരെ ഇവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുക? നമ്മുടെ കടമയാണ്. ഒരു മഹാസമ്മേളനത്തിൽ ഒരു ജില്ലാ കലക്ടർ പറഞ്ഞൊരു വാചകമുണ്ട്. കേരളത്തിൽ നടന്നൊരു മഹാസമ്മേളനത്തിൽ അയാൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ അയാൾ പ്രസംഗം നിർത്തി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്ക് കേട്ടപ്പോൾ പ്രസംഗം നിർത്തി. എന്നിട്ട് ബാങ്ക് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഇസ്ലാം ഇത്ര മഹത്വമുള്ള മതമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ബാങ്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ? അയാൾ പറഞ്ഞത് ഇസ്ലാം അല്ലാഹു അക്ബർ എന്ന് പറയാം, അക്ബർ ചക്രവർത്തി മഹാനാണ് എന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ബാങ്കിലൂടെ നമ്മൾ പറയുന്നത് ഇന്ത്യ ഭരിച്ച അക്ബർ ചക്രവർത്തി മഹാനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു രീതിയിലാണ് ഇസ്ലാമിനെ IAS വരെ പഠിച്ച ആൾക്കാർ മനസ്സിലാക്കിയത്. ഈ ആൾക്കാരടിയിൽ നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത. ഇപ്പൊ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്ത കോടതിയിൽ കേസ് കൊടുത്തിട്ട് ചങ്ങായി. കാരണം എന്താ? ഖുർആനെ ആൾക്കാരെ കൊല്ലാൻ പഠിപ്പിക്കണം, അതാണ് വേദഗ്രന്ഥാണെന്ന്. ഖുർആനിലെ ചില ആയത്തുകൾ പ്രശ്നമാണ്. കോടതി എന്താ? കേസ് കൊടുത്ത ആൾക്കാരെ അവർക്കെതിരെ കേസെടുക്കുകയും ഫൈന് ചുമത്തുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഠിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മുടെ കടമ എന്താ അറിയോ?
നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ഒരു പുതിയ ഒരു 76ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക ദഅവത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ സ്വാതന്ത്ര്യം നമ്മൾ കൂടെ നേടിയതാണ്. നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാകണം. ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ മുസ്ലിം നേതൃത്വം വഹിച്ച വലിയ പങ്കുണ്ട്. പേരുകൾ എണ്ണുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് പേരുകൾ എണ്ണി പറയാൻ പറ്റും. ഒരുപാട് പേരുകൾ. ഞാൻ ഈ ഖുതുബ റഫർ ചെയ്യുമ്പോൾ ആ പേരുകളൊക്കെ ഇങ്ങനെ ക്രോഡീകരിച്ചിരുന്നു. പറയാൻ ഒരു സമയമല്ല. എത്ര മുസ്ലിം നേതാക്കന്മാരാണെന്ന് അറിയാം. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഒരുപാട് മുസ്ലിം നേതാക്കളുടെ അധ്വാനം കൂടെയാണ് ഗാന്ധിജിയുടെ കൂടെ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവർ ഈ നാടിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഈ ഭാരതത്തിൽ ജീവിക്കേണ്ട, ഇന്ത്യയിൽ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ സ്നേഹിക്കുന്ന, നാടിന്റെ നന്മകൾക്ക് വേണ്ടി ജീവിക്കുന്ന, നാട്ടിൽ ലഭിക്കുന്ന മതസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ലൗ കാന ലീ ദഅവത്തുൻ മുസ്തജാബ മാ ജഅൽതുഹാ ഇല്ലാ ഫീ സുൽത്താൻ. ഈ വാചകത്തിന്റെ അർത്ഥം വല്ലാത്ത അത്ഭുതമാണ്. അദ്ദേഹം പറയണത്, എനിക്കൊരു ഇജാബത്തുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ അതിനുത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന, അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് എനിക്കൊരു അവസരം കിട്ടിയാൽ നമ്മൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുക? നമുക്ക് ഉറപ്പാണ്. ഒരു കാര്യം ചോദിച്ചാൽ അത് അള്ളാഹു നൽകുമെന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തേക്കാലും ചോദിക്കാം. അതാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ പ്രാർത്ഥന എന്തിനു വേണ്ടി ഉപയോഗിക്കും? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഭരണാധികാരിയുടെ വിഷയത്തിലല്ലാതെ നിർവഹിക്കുമായിരുന്നില്ല എന്നാണ്. ഭരണാധികാരിയുടെ വിഷയത്തിലാണ് ഞാൻ നിർവഹിക്കാൻ. ഇത് നമ്മൾ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട, വല്ലാതെ ആലോചിക്കേണ്ട ഒരു വാചകമാണിത്. ഒരു ഭരണാധികാരി നന്നാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി നന്മയിലാകുമ്പോഴാണ് ആ നാട് നന്മയിലാവുക. ഭരണാധികാരി നന്നാകുമ്പോഴാണ്. എവിടൊക്കെ കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങളുള്ള നാടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ പലപ്പോഴും ഭരണാധികാരികളിൽ എന്തുണ്ടാകും? വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കടമയാണ് ഭരണാധികാരികൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭരണാധികാരികൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിലോ നല്ല ഭരണാധികാരികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ നന്നാകൂല, നമുക്ക് അതിന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ നന്നാകൂല നമുക്ക് തോന്നാം, പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച് അവർക്കൊക്കെ മാറ്റം വരാം. എല്ലാവർക്കും ഹിദായത്ത് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എത്ര വലിയ ക്രൂരനായാലും അയാൾക്ക് ഹിദായത്ത് കിട്ടാൻ ശരിയാകണം. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ട വികാരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ വരേണ്ട കാര്യമാണ്, ഒരു നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ നാട് ഭരിക്കുന്ന, നാടിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് വിശ്വാസികളുടെ കടമയാണ്. അതേപോലെ തന്നെ ഒറ്റക്കെട്ടായി, ഇതൊരു ബഹുസ്വര രാജ്യമാണ്. എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ട്. വിവിധ മതങ്ങൾ, വിവിധ ദർശനങ്ങൾ ഇതൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മത സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല. നമ്മുടെ മതത്തിലേക്ക് അവർ കടന്നു കയറാനും പാടില്ല. മനസ്സിലായി? നമ്മൾ ആ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് ചെയ്യും. നമ്മൾ അതിൽ അവരുടെ മതത്തിൽ ലയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓണം ആഘോഷിക്കാൻ പോണ്ട, നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോണ്ട. മനസ്സിലായില്ലേ? ആ ആഘോഷം അനിസ്ലാമിക, അത് പാടില്ലാത്ത കാര്യമാണ്. അത്തരം ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ലയനല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആഘോഷങ്ങളിൽ മതസൗഹാർദ്ദമില്ല, മനുഷ്യ സൗഹാർദ്ദമുണ്ട്. മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദം. മനുഷ്യർ തമ്മിൽ എന്ത് ചെയ്യണം? നമ്മുടെ അയൽവാസി, ഒരു ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ, ഒരു പ്രയാസം നമ്മൾ പരിഹരിക്കണം. എന്നാൽ അവൻ ആഘോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? പങ്കുചേരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഓണം പോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. എന്തായാലും നമുക്കിവിടെ വിശുദ്ധ ഖുർആനുണ്ട്, ഹദീസുണ്ട്, അതിലെ വ്യക്തമായ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായ ഒരു മുസ്ലിമായി നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പള്ളിയിൽ മുന്നിൽ കുറേ സ്ഥലം ഇങ്ങനെ
ഖാലി ഉണ്ടാവും. ബാക്കിൽ കുറെ ആൾക്കാർ തിരക്ക് പിടിച്ച് നിൽക്കും, പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ജുമാക്ക് വരുന്ന സഹോദരങ്ങൾ ആദ്യം ഒന്ന് ഇതിന്റെ ഉള്ളിലെ പള്ളി മുഴുവനായിട്ട് ബാക്കിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പൊ ബാക്കൊക്കെ നോക്കുമ്പോൾ അവിടെ കുറെ ആൾക്കാർ തിരക്കൂടി ഇരിക്കുകയാണ്. ഇവിടെ മുന്നിൽ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ സൊഫില് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് നേരത്തെ വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവിടെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവർ നേരെ മുന്നിലേക്ക് വരും. ജുമാ തുടങ്ങുമ്പോൾ തന്നെ ചില ആൾക്കാർ അവിടെ ഇരിക്കാറുണ്ട്. ഞാനിത് ആരെയും വിമർശിക്കാൻ വേണ്ടി കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ പള്ളിയുടെ ഒരു ഭംഗിക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ചില ആൾക്കാർ വാതിലിൽ ചാരിയിരിക്കും, നമ്മുടെ ഒന്നാമത്തെ ഡോറിന് ചാരിയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ വരുന്ന ആൾക്കാർ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അവർ കഴിഞ്ഞ ആഴ്ചയൊക്കെ പുറത്തു നിന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. പിന്നെ പള്ളിയിൽ വന്നാൽ ഒന്നാമത്തെ സൊഫ്, പിന്നെ രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ, അങ്ങനെയാണ് നമ്മൾ ക്രമപ്രകാരമാണ് പോകേണ്ടത്. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ എന്റെ സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ പുറത്തൊരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഈ പള്ളിയിൽ നമ്മുടെ ഒരു പുതിയ ഒരു സംരംഭം കൂടെ, മദ്രസയൊക്കെ കഴിഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മതം പഠിക്കാൻ ഒരു അവസരം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് നമ്മളുടെ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. CRE എന്നുള്ള പേരിൽ മദ്രസ പഠനം കഴിഞ്ഞ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ മുതിർന്ന കുട്ടികളുണ്ട് എങ്കിൽ, 10ാം ക്ലാസ്സിലും +1 +2 ഒക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും. പുറത്ത് അതിന്റെ രജിസ്ട്രേഷനൊക്കെ ഉണ്ടാകും. ബന്ധപ്പെട്ട ആളുകൾ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ നന്മകളിലും ഭാഗവാക്കാകുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.